ബാഡ് ന്യൂസ് പറയാം. ഗൈസ്, നിങ്ങൾ എന്തിനാണ് എന്നോട് ഇത്ര ക്രൂരത കാണിക്കുന്നത്? ചെന്നൈ വരെ 218, ഇവിടെ വന്നപ്പോൾ 215. അതെന്നാ ഗൈസ്? നിങ്ങൾ എന്തിനാ പോകുന്നേ? ഉള്ള പ്രതീക്ഷ മൊത്തം കളഞ്ഞിരിക്കുക നിങ്ങൾ. ഞാനിപ്പോ അതിനല്ല പറയാൻ വന്നേ. ഞാനിപ്പോ എന്താ പറയാൻ വന്നേ? ഞാൻ നിങ്ങളെ മൂഡ് ഔട്ട് ആക്കാനല്ല പറഞ്ഞത്. ഞാനിപ്പം ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അയ്യേ, ഞാൻ നിങ്ങളെ പറ്റിച്ചു. ആരും ഒന്നിനെയും കുറിച്ച് ഞാൻ അങ്ങനെ ദേഷ്യപ്പെടുത്തുന്നില്ല. ഞാൻ അത്ര ക്യാരക്ടർ അങ്ങനത്തെ ഒരു ക്യാരക്ടർ. സോ നമ്മൾ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണ്. വാട്ട് അൺബോക്സിംഗ്? യെസ് ഗയ്സ്, നമ്മൾ ടെന്നീസിന് പോവാണ്. ഇപ്പം അതെ ഇപ്പം രാത്രിയായി. കണ്ടല്ലോ. അപ്പം രാത്രിയായി. സോ എനിക്ക് നാളെ തുടങ്ങുകയാണ് ടേബിൾ ടെന്നീസ്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓക്കെ, നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം. സോ നമ്മൾ ഇത് മേടിച്ചത് സാംസൺ സ്പോർട്സ് നിയർ ചങ്ങനാശ്ശേരി SB കോളേജ്. അതെ, കേട്ടോ ഗൈസ്. നമ്മളിപ്പം ഇത് സ്ക്രഞ്ചീസ് ഉണ്ടോ? ഈ നാളത്തേക്ക് ഇടാനുള്ളതാണ്. ലൈറ്റ് ഉള്ള. ഓക്കെ ഗൈസ്, നമ്മൾ ആദ്യം തന്നെ നമ്മൾ ജേഴ്സിയാണ്. ഒരു ജേഴ്സിയും കൂടി മേടിക്കണമായിരുന്നു. ഞാൻ റൊണാൾഡോ ഫാൻ ആയതുകൊണ്ട് ഞാൻ റൊണാൾഡോ എടുത്തിരിക്കുന്നു. ഞാൻ ആരുടെയും ഫാനല്ല, പക്ഷേ കൂടുതലും എനിക്ക് റൊണാൾഡോയാണ് ഇഷ്ടം. സോ CR7 ഞാനൊരു ഫുട്ബോൾ ഭ്രാന്ത് കാണാം. ബിക്കോസ് ഐ ലവ് റൊണാൾഡോ. പക്ഷേ ഈ ടീഷർട്ട്സിൽ എനിക്ക് റൊണാൾഡോ അങ്ങനെ ഒന്നുമില്ല. ടീഷർട്ട് ഞാൻ ടീഷർട്ട് ജേഴ്സി ഞാൻ അങ്ങനെയൊന്നും നോക്കത്തില്ല. റൊണാൾഡോ, മെസ്സിയോ ഏത് വേണേലും എനിക്ക് മതി. പിന്നെ ഇത് ഞാൻ ഷോർട്സ് കണ്ടല്ലോ, ഷോർട്സ്. പിന്നെ നമുക്ക് ടേബിൾ ടെന്നീസിൻ്റെ മെയിൻ ആണ് എന്താണ്? ബാറ്റ്. ബോൾ വേണ്ട, ബോൾ അവിടുന്ന് പ്രൊവൈഡ് ചെയ്യും. നാളെ എൻ്റെ ഫസ്റ്റ് പ്രാക്ടീസ് ഡേ ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെന്നിട്ട് അൺഫോർച്ചുനേറ്റ്ലി അവരെന്നെ കയറ്റി. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ഡ്രസ് കോഡൊന്നും ഇതുപോലെ ഒന്നും ഇല്ലായിരുന്നു. അവർ പറഞ്ഞു ഷൂസൊക്കെ മേടിച്ചിട്ടൊക്കെ വരണം. പിന്നെ അപ്പം ഞാൻ ഷൂസ് ഇത് ഫിനോ ബ്രാൻഡിൻ്റെ ആണ്. ഫെയിലിയർ ഈസ് നോ ഓപ്ഷൻ. എനിക്കൊരു മൊത്തത്തിൽ റെഡാണ് ഗൈസ്. റെഡ് ഞാൻ അങ്ങനെ നോക്കി മേടിച്ചല്ല കേട്ടോ. ഞാൻ എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചായിരുന്നു, എനിക്കൊരു ഷൂസ്, ഒരു ജേഴ്സി, ഒരു ബാറ്റ്, പിന്നെ ഷോർട്സ്. അത് മാത്രമേ എൻ്റെ ഒരു ഐഡിയയിൽ ഉള്ളായിരുന്നു. അപ്പം ഞാനിങ്ങനെ റെഡ് വേണം അങ്ങനൊന്നും എനിക്കില്ലായിരുന്നു പൊതുവെ. പിന്നെ ഗൈസ്, പ്ലീസ് എല്ലാവരും പൊതുവെ സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. എനിക്ക് അടിക്കുകയാണ് 300 അടിക്കുകയാണ് ഞാൻ ഗിവ് അവേ ചെയ്യാണ്. 300 അടിക്കുകയാണ് ഞാൻ ഗിവ് അവേ. 400 അടിക്കുകയാണ്. അങ്ങനെ 100 കൂടിക്കൊണ്ടിരിക്കുമ്പം ഗിവ് അവേയും കൂടുമല്ലോ. 1000 എത്തുമ്പം നമ്മൾ ഒന്നാമത് ചെയ്യുന്നത്, 1000 എത്തുമ്പം നമ്മൾ ഒന്നാമത്തെ കാര്യം ചെയ്യുന്നത് നമ്മൾ 50 വെച്ച് 1050 ആവുമ്പോൾ ഗിവ് അവേ. 2000 അല്ല 1100 ആകുമ്പോൾ അടുത്ത ഗിവ് അവേ. അല്ല സോറി ഗൈസ്, തെറ്റിപ്പോയി. അടുത്ത 500 വെച്ച് തുടങ്ങുന്നതാണ്. 1500 ആവുമ്പം ഗിവ് അവേ, 2000 ആകുമ്പോൾ ഗിവ് അവേ, 2500 ആകുമ്പോൾ ഗിവ് അവേ, 3000 ആകുമ്പോൾ ഗിവ് അവേ, അങ്ങനെ പോകും.
സോ ഗൈസ് നമ്മൾ ഗിവ് അവേയുടെ ആ ഒരു ആവേശത്തിൽ നിൽക്കുകയാണ്. ഞാൻ ഗിവ് അവേ ഇപ്പം ഗിവ് അവേ കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പം 300 ആവുമ്പം നമുക്ക് ഗിവ് അവേ കൊടുക്കാം. സോ ഗൈസ് അപ്പം നമുക്ക് ഇനി നാളത്തേക്കുള്ള പാക്കിംഗ് ആണ്. കാരണം നാളെ എനിക്ക് കൊണ്ടുപോകണല്ലോ. ഇവിടെ എന്തൊക്കെയുണ്ടല്ലോ എൻ്റെ ക്രോഷയാണ്. ക്രോഷിക്ക് ഇനി നമുക്കെല്ലാം പാക്ക് ചെയ്യണം. ആദ്യം തന്നെ നമുക്ക് ടർക്കി വേണം. ടർക്കി ഞാൻ എടുത്തിട്ട് വരാം. ഗൈസ് നിങ്ങളുടെയൊക്കെ ബാഗ് കിട്ടിയെന്നൊക്കെ അല്ല സോറി നിങ്ങളുടെയൊക്കെ ബുക്ക് കിട്ടിയെന്നൊക്കെ വിചാരിക്കുന്നു. ടർക്കി കാണാനില്ല. ഗൈസ് നമ്മുടെ ടർക്കി കണ്ടുപിടിക്കുന്നു. ഗൈസ് ഈ ടർക്കി ഭയങ്കരമായിട്ട് ചെളിയൊക്കെ പിടിച്ചിരിക്കുകയാണ്. സോ നമുക്കത് കഴുകണം. ഇത് കഴുകാനിടാം. ഇത് നമുക്കെടുക്കാം. അതെ ആദ്യം തന്നെ നമുക്കിത് മടക്കി വെക്കാം. നമ്മൾ ഷോർട്സ് എല്ലാം മടക്കി വെച്ചു. ഇനി നമുക്ക് ബാറ്റ് വെക്കാം. ഷൂസ് നമ്മൾ എടുക്കാൻ പോകുന്നത് എങ്ങനെയാ കണ്ടു ഗൈസ്. ഫിനോ എന്ന് പറയുന്ന ബ്രാൻഡാണ്. അയ്യോ ഗൈസ് ഇതിൻ്റെ എല്ലാം ഊര. അയ്യോ ഗൈസ് ഇവിടെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് നോൺ മാർക്കബിൾ. ഇതിൻ്റെ പുറത്ത് ബാറ്റ് ഒരിക്കലും താഴെ വെക്കുന്നത് ദോഷമാണ്. ഓക്കെ ഗൈസ്